ഈ നാട്ടിൽ സിനിമാ താരങ്ങൾക്കും സെലിബ്രിറ്റികൾക്കും എന്താ കൊമ്പുണ്ടോ? പീഡന കേസാണേലും തട്ടിപ്പാണേലും ഒരു നിയമലംഘനം നടത്തിയാലും അവരെ തൊടാൻ പോലീസുകാരുടെ മുട്ടിടിക്കും. നടൻ മണിയൻ പിള്ള രാജു പ്രതിയായ വാഹനാപകട കേസ് മാത്രം പരിശോധിച്ചാൽ മതി പോലീസിൻ്റെ പക്ഷാപാതപരമായ നടപടി മനസ്സിലാക്കാൻ. തുടക്കം മുതൽ രാജുവിനെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചെന്നാണ് ആക്ഷേപം. രാജുവിനെ കസ്റ്റഡിയിലെടുക്കാൻ വൈകിയത് മൂലം വൈദ്യപരിശോധന സമയത്ത് നടന്നില്ല. പോലീസ് വീഴ്ചയിൽ അന്വേഷണം തുടങ്ങിയ തിരുവനന്തപുരം DCP മ്യൂസിയം SHOയുടെ മൊഴിയെടുത്തു. അപകടമുണ്ടായത് മുതലുള്ള പോലീസ് നീക്കങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അതേസമയം മണിയൻ പിള്ള രാജു മദ്യപിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്ന രക്തത്തിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വൈകുമെന്നാണ് സൂചന. അപകടം നടന്ന വ്യാഴാഴ്ച രാത്രി തന്നെ രാജുവിനെ കസ്റ്റഡിയിലെടുക്കാത്തത് മുതൽ പോലീസ് വീഴ്ചയിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. കാറും കസ്റ്റഡിയിലെടുത്തില്ല. ഇതോടെയാണ് അന്വേഷണത്തിന് DCPയെ ചുമതലപ്പെടുത്തിയത്. പോലീസ് നടപടികളിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് SHO DCPക്ക് നൽകിയ മൊഴി. പുലർച്ചെ 1 മണിക്കാണ് നടപടി തുടങ്ങിയത്. കാർ കണ്ടെത്താൻ കഴിയാത്തത് സാങ്കേതിക കാരണങ്ങൾ മൂലമാണ്. അപകടം നടന്ന വിവരം ലഭിച്ചത് മുതൽ പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം DCP പരിശോധിക്കും. സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തുന്നുണ്ട്. തുടക്കം മുതൽ രാജുവിനെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചെന്നാണ് ആക്ഷേപം. രാത്രിയിൽ വീട്ടിലെത്തിയ പോലീസ് രാജു അവിടെ ഇല്ലെന്ന് പറഞ്ഞു മടങ്ങി. മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് എന്ന് പറഞ്ഞു. പോലീസ് ആസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രധാന റോഡിലെ CCTV പരിശോധിച്ച് രാത്രി തന്നെ കാർ കസ്റ്റഡിയിലെടുത്തില്ല. രാജുവിനെ കസ്റ്റഡിയിലെടുക്കാൻ വൈകിയത് മൂലം വൈദ്യപരിശോധന സമയത്ത് നടന്നില്ല. ഇന്നലെയും രാജു പറഞ്ഞ സമയത്ത് സ്റ്റേഷനിൽ ഹാജരാകാൻ അനുവദിച്ചു. പരിശോധനയ്ക്ക് രക്തസാമ്പിൾ കെമിക്കൽ ലാബിലേക്ക് അയച്ചത് അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം മാത്രമാണ്. ഇനി കൃത്യമായ പരിശോധന ഫലം കിട്ടാനുള്ള സാധ്യത കൂടി പോലീസ് ഇല്ലാതാക്കിയതെന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.